പൂഞ്ഞാറിൻ്റെ സ്വന്തം PC ജോർജിന് ഒടുവിൽ ജാമ്യം ലഭിച്ചു. അതായത് കേരളീയ സമൂഹത്തെ ധ്രുവീകരിക്കാൻ ശ്രമങ്ങൾ നടത്തിയ PC ജോർജിനെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരാൾ പരാതി കൊടുത്തു. ഇപ്പോൾ തെറ്റൊക്കെ PC ജോർജിന് മനസ്സിലായി, അതുകൊണ്ട് ജാമ്യം കിട്ടി. പരാതിക്കാരൻ തന്നെ പറഞ്ഞതാണ്. അല്ല, PC ജോർജിൻ്റെ കേസ് ഇപ്പോൾ IPC ആണെങ്കിൽ 153 പ്രകാരമുള്ള 153A അതിപ്പോൾ ഇല്ല. ഇപ്പോൾ BNS 196(1), 299, കേരള പോലീസ് ആക്ട് 120O ഇത്രയും സെക്ഷൻസ് ഇട്ടാണ് PC ജോർജിൻ്റെ കേസ് കൊടുത്തിരിക്കുന്നത്. ഈ ഷിഹാബ് എന്ന് പറഞ്ഞ ഒരുത്തരാണല്ലോ ഇപ്പോൾ ഒന്ന് പറയുന്നത്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഷിഹാബിൻ്റെ കേസ്, ഹൈക്കോടതി വിധി, PC ജോർജിൻ്റെ ജാമ്യം, ഇതെല്ലാം കൂടെ എടുത്തിട്ട് ആരെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഒരു പെറ്റീഷൻ കൊടുക്കണം. കാരണം മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ പറ്റുന്ന ഘടകങ്ങൾ ഈ കേസിലുണ്ട്. കാരണം ഷിഹാബ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയാണ്. അയാൾ പറയുന്നു PC ജോർജ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ അപമാനിച്ചു. PC ജോർജ് മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല അപമാനിച്ചത്, മുസ്ലിം ലീഗിനെയാണ്. മുസ്ലിം ലീഗിനെതിരെയുള്ള വിമർശനത്തെ തുടർന്നാണ് PC ജോർജ് ആ പരാമർശം നടത്തിയത്. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിമുകളാണെങ്കിൽ, അല്ലേ, മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ മുസ്ലിമുകൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്. വർഗീയ പാർട്ടികൾക്ക് ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ജനപ്രാതിനിധ്യ നിയമവും പറയുന്നുണ്ട്. മുസ്ലിം ലീഗ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പേരെങ്ങനെയാണെങ്കിലും ഞങ്ങളൊരു സെക്യുലർ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ലീഗിനെ ആക്ഷേപിച്ചാൽ അത് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നത് തുല്യമാണെന്ന് പറഞ്ഞാൽ ലീഗ് എന്ത് പാർട്ടിയാണ്? വർഗീയ പാർട്ടിയാണ്. അപ്പോൾ ഈ കേസ്, ഷിഹാബിൻ്റെ പെറ്റീഷൻ, ഹൈക്കോടതി ഉത്തരവ്, കുഞ്ചിക്കണ്ണൻ ജഡ്ജി ജാമ്യം നിഷേധിച്ചത്, ഇപ്പോഴത്തെ കേസ്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു പരാതി സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിലോ കൊടുത്താൽ ഒരു ഫിറ്റ് കേസാണ് മുസ്ലിം ലീഗിൻ്റെ രജിസ്ട്രേഷൻ കളയാം. അപ്പോൾ ഫൈറ്റ് ചെയ്ത് നോക്കണം, ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാൻ കേരളത്തിലെ ആമ്പിള്ളേരുണ്ട്. ലീഗ് BJP അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല, ചെയ്താൽ കൊള്ളാം. കാരണം ഇവർ പറഞ്ഞെന്താ, ലീഗിനെ ആക്ഷേപിച്ചു. ഇപ്പോൾ ലീഗിനെ ആക്ഷേപിച്ചല്ല, മുസ്ലിങ്ങളെ ആക്ഷേപിച്ചു. മുസ്ലിം ലീഗിനെ പറഞ്ഞാണത് ആക്ഷേപിച്ചത്. മുസ്ലിം ലീഗ് ആയിരുന്നു അതിൻ്റെ ഫോക്കൽ പോയിന്റ്. മുമ്പൊരിക്കൽ ഈ പാണക്കാട് തങ്ങൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു 2 മാസം മുമ്പ് മാതൃഭൂമി പത്രത്തിൽ വന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം വന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആയിരുന്നിട്ട് അദ്ദേഹം കേരളത്തിലെ മുസ്ലിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. മുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ആധ്യാത്മിക നേതാവ് താനാണെന്ന് പറയുന്ന തരത്തിലുള്ള കേരളത്തിലെ മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം തനിക്കാണെന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു സെക്യുലർ പാർട്ടിയുടെ അധ്യക്ഷനാണെന്ന് പറയുന്നു. സെക്യുലർ പാർട്ടിയുടെ അധ്യക്ഷനായിരിക്കുമ്പോൾ സെക്യുലർ പാർട്ടിക്ക് എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം കിട്ടുക? അതൊരു പ്രശ്നമാണ്. ആ ഇൻ്റർവ്യൂ തന്നെ നിയമപരമായി ഒരു കുഴപ്പം പിടിച്ച ഇൻ്റർവ്യൂ, മാതൃഭൂമിയിൽ വന്ന ഇൻ്റർവ്യൂ. കാരണം മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്ന് ഒന്നിലേറെ തവണ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സമീപകാലത്തുണ്ടായ 2 ഇൻസിഡൻസ്, ഒന്ന് മാതൃഭൂമി ദിനപത്രത്തിലെ ഇൻ്റർവ്യൂ, 2 മുസ്ലിം ലീഗ് യൂത്ത് ലീഗുകാരനായ ഷിഹാബിൻ്റെ കേസ്. ഇത് രണ്ടും അർത്ഥശങ്കയ്ക്കില്ലാതെ നമുക്കെല്ലാം അറിയാം മുസ്ലിം ലീഗ് എന്ത് പാർട്ടിയാണെന്ന് നമുക്കറിയാം. അതെ, മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ലാതെ അവർ ഏത് സമുദായത്തിൻ്റെ ഏത് പൊതുജനത്തിൻ്റെ വിഷയമാണ് സംസാരിക്കുക? ഇന്ത്യ പോലെ ജാതി മത കക്ഷികൾ പ്രസ്ഥാനങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ പാടില്ല എന്ന് നിയമം ഉണ്ടായിരിക്കെ മുസ്ലിം ലീഗ് എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പോലും അശ്ലീലമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. അതിനെ സാധൂകരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞതുപോലെ ജോർജ് പറഞ്ഞു മുസ്ലിമിനെ പറഞ്ഞാൽ അതെങ്ങനെയാണ് മതവിശ്വാസത്തിനെതിരെയാവുന്നത്? മുസ്ലിം എന്ന് പറയുന്നതാണോ ഇസ്ലാം എന്ന് പറയുന്നതാണോ മതം? ഇസ്ലാമാണ് മതം, അല്ലേ? അതെ, ഇസ്ലാമിനെ അല്ലല്ലോ പറഞ്ഞത്, അല്ല, മുസ്ലിമിനെയാണ് പറഞ്ഞത്, അല്ലേ? ഇസ്ലാമിനെ പറഞ്ഞ ഇസ്ലാമും മുസ്ലിമും ഒന്നാണോ? മുസ്ലിം പണ്ഡിതന്മാർ പറയട്ടെ, വിവരമുള്ളവർ പറയട്ടെ, ഇസ്ലാമും മുസ്ലിമും ഒന്നല്ലെന്നേ. ഇസ്ലാം വേറെയാണ്. ഇസ്ലാം ഒരു ചിന്താധാരയും ചിന്താപദ്ധതിയും ഒക്കെയാണ്. പക്ഷേ കാലങ്ങളായിട്ട് ഇസ്ലാമും മുസ്ലിമും ഒന്നാണെന്ന രീതിയിലാണ് നമ്മളെല്ലാം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത പൊതുസമൂഹത്തിലുണ്ടായ ആടെ ഉറപ്പാണ്. അങ്ങനെ ഇപ്പോൾ മുസ്ലിം IUML എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മതേതര പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്ന പോങ്ങന്മാരിവിടില്ലേ? അവർ സ്വയം പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ സെക്യുലർ ആണെന്ന്. എന്താ പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്? മുസ്ലിം എന്നുള്ള വാക്ക് എന്തിനാ വെക്കുന്നത്? മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം അല്ല എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ പാർട്ടിയല്ല, എല്ലാ മതക്കാരുടെയും പാർട്ടിയാണെന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാ മതക്കാരും വിടുന്നതാണ്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികളുടെ മാത്രം പാർട്ടിയാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല, ഞങ്ങൾ മതേതര പാർട്ടി. അപ്പോൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് വേറെ എന്നല്ലേ പറയുന്നത്? അപ്പോൾ മുസ്ലിമും ഇസ്ലാമും ഒന്നല്ലെന്നേ. അപ്പോൾ തർക്കിക്കാനും വാദിക്കാനും കണ്ടസ്റ്റ് ചെയ്യാനും മതിയായ ഗ്രൗണ്ട്സ് ഉണ്ട്.
അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഈ കേസിലെ ഫാക്ട്സ് മെറ്റീരിയൽസ് എടുത്ത് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാൻ കേരളത്തിൽ ആരെങ്കിലും തയ്യാറാവണം. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ ഒരു ചാനൽ ചർച്ചയിലല്ലേ, ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ കേരളത്തിൽ എത്രയോ കാലമായി ഒരു വിഭാഗത്തിനെ ആശ്രയിക്കുന്നുണ്ട്. യേശു ക്രിസ്തു പിഴച്ചു പറ്റ സന്നദ്ധിയാണെന്ന് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രസംഗിച്ചില്ലേ? അതെ. ഒരു മതത്തിന് കേസെടുത്തോ? ഇല്ല. മതവികാരം വീണപ്പെട്ടില്ലേ? ഇത് എന്താ ചെയ്യാത്തത്? അപ്പോൾ ഒരു വിഭാഗത്തിലുള്ള ഇസ്ലാമിസ്റ്റുകളെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ പെട്ട ഒരാളെ പറഞ്ഞാൽ മാത്രം കേസെടുക്കും. ഇനി മുസ്ലിമുകളെ വിമർശിക്കാൻ പാടില്ലെന്ന് ഇന്ത്യയിലെ ഏത് നിയമമാണ് പറഞ്ഞിരിക്കുന്നത്? മുസ്ലിമിനെ വിമർശിക്കാം, ഹിന്ദുവിനെ വിമർശിക്കാം, ക്രിസ്ത്യാനിയെ വിമർശിക്കാം. കാരണം ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമെന്നാണ് നിങ്ങൾ പറയുന്നത്. സെക്കുലർ എന്ന് പറഞ്ഞാൽ മതത്തിൽ വിശ്വസിക്കുന്നവർക്കും മതത്തിൽ വിശ്വസിക്കാത്തവർക്കും ഒരേ അവകാശങ്ങളുണ്ട് അല്ലേ? അതെ. മതത്തിൽ വിശ്വസിക്കുന്നവന് മതം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട്, തർക്കമില്ലല്ലോ. ഇല്ല. അപ്പം മതത്തിൽ വിശ്വാസമില്ലാത്തവർ മതങ്ങൾക്കെതിരെ പ്രചാരണം നടത്താൻ അവകാശമില്ലേ? അതെ. അപ്പോൾ മതങ്ങൾക്കെതിരെ പറഞ്ഞാൽ എങ്ങനെയാണ് കുറ്റമാകുന്നത്? ഞാൻ നിരീശ്വരവാദിയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയും ഞാൻ എല്ലാ മതങ്ങൾക്കും എതിരാണ് എന്നൊരാൾ തീരുമാനിക്കുകയും ചെയ്തിട്ട് ഞാൻ എല്ലാ മതങ്ങളെയും വിമർശിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ കേസില്ലേ? ഉണ്ട്. എന്തിനാണ് കേസെടുക്കുന്നത്? എനിക്കതിനുള്ള അവകാശമില്ലേ? അപ്പോൾ മതേതരത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദൈവനിന്ദ, മതനിന്ദ എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന 153A IPC 153A പ്രകാരം ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരൊറ്റയാളെ പോലും ശിക്ഷിച്ച ചരിത്രമില്ല. അപ്പോൾ പിന്നെ ഈ നിയമം എന്തിനാണ്? മുതുകാളം മെനക്കെടുത്തുന്നു എന്ന് പറയുന്ന പോലെ ആളുകളെ മെനക്കെടുത്താനുള്ളൊരു നിയമമാണ്. അത് കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിക്കും അറിയാം. അദ്ദേഹം പറഞ്ഞു ഈ 153 അല്ലെങ്കിൽ BNS 161 ഒക്കെ എന്ന് പറയുന്നത് 196 എന്നൊക്കെ പറയുന്നത് വളരെ ദുർബലമായ വകുപ്പാണ്. അതുകൊണ്ട് ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജി എന്താ പറയുന്നറിയോ? അതുകൊണ്ട് ഇതിൻ്റെ കോപ്പി നിയമമന്ത്രാലയത്തിന് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്തിട്ട് ഈ നിയമം കൂടുതൽ കരുത്തുറ്റതാക്കണം എന്ന് ഈ ജോർജിന് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധിയിൽ ഹൈക്കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഈ നിയമം കൊണ്ട് ശിക്ഷിക്കാൻ പറ്റില്ലെന്ന് ആർക്കറിയാം? ജഡ്ജിക്കറിയാം, ഹൈക്കോടതിക്കറിയാം. അപ്പോൾ പിന്നെ എന്തിനാ ജോർജിനെ പിടിച്ച് ഒന്ന് പക വീട്ടാൻ ചില ആളുകളുടെ ഇത്തിരി ഒരു വിഷമം ഒന്ന് മാറ്റി. കുറേ കാലമായി PC ജോർജ് എന്നുള്ള മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ഒരുപാട് പേർക്ക് വിഷമമുണ്ട്. ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആരെ വേണേലും പിടിച്ച് ഈ കേസിലാക്കാം. ഈ സത്യത്തിൽ സ്ക്രാപ്പ് ചെയ്യേണ്ട ഒരു നിയമം ഏതെന്നറിയോ? റദ്ദാക്കപ്പെടേണ്ട നിയമം 153A അല്ലെങ്കിൽ BNS 196 എന്ന് പറയുന്ന നിയമമാണ്. അതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ പോയി ആരെങ്കിലും ഫൈറ്റ് ചെയ്യണം. കാരണം മതസ്പർദ്ധ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും മതങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നതാണല്ലേ? ഇപ്പം ഞാൻ ഇവിടെ നിന്നൊരു ഹിന്ദു മതം കൊള്ളുകയില്ലാത്ത മതമാണെന്ന് പറഞ്ഞാൽ ആരോടും സ്പർദ്ധയുണ്ട്? അത് വിമർശനമാണ്, എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു ഹിന്ദുവിനെ വിളിച്ചിട്ട് എടേ അവിടെ നിങ്ങളുടെ ഒരു അമ്പലം ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ വന്ന് കത്തിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ചെല്ല്, ഇതവിടെ കത്തിക്കാൻ പോവുകയാണ്, ചെല്ല് എന്ന് പറഞ്ഞ് കുറേ ആളുകൾ ഇളക്കി വിടുന്നത്. അതേസമയം നേരെ ഇവിടെ നിന്നിട്ട് അവിടെ കുറേ ആളുകൾ സംഘടിക്കുന്നുണ്ട് കേട്ടോ, ഹിന്ദുക്കൾ, അവർ നിങ്ങളുടെ പള്ളി അല്ലെങ്കിൽ മസ്ജിദ് തീ വെക്കാൻ വരാൻ വേണ്ടി വരുവാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഞാൻ കൂട്ടിപ്പിടിപ്പിച്ചാൽ മതസ്പർദ്ധയാവും. രണ്ടുപേരെ അല്ലേ? അതല്ലേ മതസ്പർദ്ധ? അതല്ലാതെ ക്രിസ്തു മതത്തിലെ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ വിമർശിച്ചാൽ, ഇസ്ലാം മതത്തിലെ എന്തെങ്കിലും വിമർശിച്ചാൽ, ഹിന്ദു മതത്തിലെ വിമർശനം എങ്ങനെ മതസ്പർദ്ധയാവും? അത് മതസ്പർദ്ധയല്ല. നമ്മുടെ നിയമത്തിൽ ഒരിടത്തും ദൈവനിന്ദ എന്ന് പറയുന്നത് കുറ്റകൃത്യമായി വ്യാഖ്യാനിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ജോർജിനെ ശിക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് എല്ലാ കോടതിക്കും അറിയാം. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ കാലങ്ങളായി മനസ്സിൽ കൊണ്ടുവച്ചിരുന്ന ഒരു പക, ആ പക ഒരു അവസരം കിട്ടിയപ്പോൾ എടുത്ത് ഉപയോഗിക്കുന്നു, ഒന്ന് ചൊറിയാം, അല്ലെങ്കിൽ അയാളെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ജോർജ് മനസ്സിലാക്കിയത്, ജോർജ് എന്ത് മനസ്സിലാക്കുക? ജോർജ് നാളെ വർത്തമാനം പറയും. ജോർജ് ഈ കേസ് ഫൈറ്റ് ചെയ്യണം. ഈ കേസ് സുപ്രീം കോടതി വരെ എത്തുവാണെങ്കിൽ ഈ കേസ് എടുത്തവൻ്റെ തലയ്ക്ക് വെളിവില്ല, ഏതോ പോലീസുകാരൻ എടുത്ത FIR ഇട്ട കേസാണെന്ന് കോടതി കണ്ടെത്തി വിട്ടു. കാരണം ഇതിനകത്ത് എടുത്ത പോലീസുകാരനും അറിയാം, ജാമ്യം നിഷേധിച്ച ജഡ്ജിക്കും അറിയാം, ഇപ്പം ജാമ്യം കൊടുത്ത ജഡ്ജിക്കും അറിയാം. പിന്നെ എന്തൊക്കെയോ കോടതി ഇപ്പം ഏതോ ചാനൽ പറയുന്നുണ്ട് ജോർജിന് ജാമ്യം കിട്ടി, പക്ഷേ കേസ് പരിഗണിച്ച് കോടതി കടുത്ത വാക്കുകളൊക്കെ പറഞ്ഞായിരുന്നു. കടുത്ത വാക്കുകളൊക്കെ വാഗൊണ്ട് പറയും, എഴുതി വെക്കുമ്പോൾ സൂക്ഷിച്ച് എഴുതിയില്ലെങ്കിൽ പണി കിട്ടും, പറയാൻ പറ്റും. ഇപ്പോൾ ഈ ഒരുപാട് ജഡ്ജിമാർ ഇരുന്ന് പ്രസംഗിക്കുമല്ലോ. നൂപുർ ശർമ്മയുടെ കേസ് വന്നപ്പോൾ സുപ്രീം കോടതിയിലെ പർദിവാല എന്ന് പറയുന്നൊരു ജഡ്ജി എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങളാണ് ഇന്ത്യയിലെ മുഴുവൻ കുഴപ്പങ്ങൾക്ക് കാരണം എന്നൊക്കെ പറഞ്ഞ് കുറേ ആക്ഷേപം പറഞ്ഞല്ലോ. എന്നിട്ട് എന്ത് പറ്റി? കിട്ടിയില്ലേ നൂപുർ ശർമ്മയ്ക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇവർ വിചാരിച്ചാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നിയമം അങ്ങനെയാണ്, കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പം കോടതി, സുപ്രീം കോടതി എന്താ പറയുന്നത്? ബെയിൽ ഈസ് റൈറ്റ്, ജയിൽ ഈസ് എക്സെപ്ഷണൽ എന്നാണ് പറയുന്നത്.
ഒരാൾക്ക് ജാമ്യം എങ്ങനെയും കൊടുക്കണം. അത് അവൻ്റെ അവകാശം. അത് അവൻ്റെ അവകാശമാണ്. കൊടുക്കാതിരിക്കലല്ല, എങ്ങനെ ജാമ്യം കൊടുക്കാമെന്ന് നോക്കുകയാണ് വേണ്ടത് എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ ഈ പ്രഹസന നാടകങ്ങൾ സംസ്ഥാനത്തെ വിവിധ കോടതികൾ ചെയ്തത്. ഇപ്പോൾ ജോർജിൻ്റെ ഭാഷ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം, നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് ജോർജിനോട് നിഷ്കർഷിക്കാൻ എന്താ അവകാശം? അവന് വ്യക്തി സ്വാതന്ത്ര്യമില്ല, ഒരു വ്യക്തിക്കുമില്ലേ? അപ്പോൾ ജോർജിന് സ്വാഭാവികമായി അത്തരം കാര്യങ്ങൾ തുറന്നു പറയാം. അപ്പോൾ തുറന്നു പറയുമ്പോൾ ചിലർക്ക് പൊള്ളുന്നു. അതാണ് പൊള്ളുന്നു മാത്രമല്ല, ഇവിടെ ന്യായാധിപ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ചില ആളുകളുടെ കയ്യടി വേണം, അത്രേ ഉള്ളൂ. അതല്ല ഒന്നുമില്ല. വളരെ മ്ലേച്ഛമായ നടപടിയാണ് പി സി ജോർജിൻ്റെ കാര്യത്തിലുണ്ടായത്. പി സി ജോർജിനെ ശിക്ഷിക്കാൻ എന്താണ് വകുപ്പ്, എങ്ങനെ ശിക്ഷിക്കും? ഈ കേസ് നമ്മൾ തീരാൻ പോകുന്നില്ലല്ലോ, കേസ് ഇനിയും ഉണ്ടാവും. കേസ് മുന്നോട്ട് പോകുമ്പോൾ ജോർജിനെ എന്താ തൂക്കിക്കൊല്ലോ? ഇതിനകത്ത് 7 വർഷം വരെ തടവ് കിട്ടാൻ പറ്റുന്ന ശിക്ഷ ജോർജിനെ എന്താ 7 വർഷം ശിക്ഷിക്കുക? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചില ആളുകൾക്ക് ജോർജിനെ ഒന്ന് പൂട്ടണമായിരുന്നു. അത് മാത്രമല്ലെന്നേ, ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ മതത്തിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ നിന്നെ ഞങ്ങൾ കോടതി കയറ്റും, നിന്നെ ഞങ്ങൾ പൂട്ടും എന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രതയാണ്. ശരിക്കും ഈ ജനാധിപത്യപരമായി സംവാദത്തിനല്ലേ ഇത് തയ്യാറാവേണ്ടത്. ജോർജ് പറഞ്ഞത് തെറ്റാണെങ്കിൽ ജോർജിന് മറുപടി പറയണം. അതെ, സംവാദത്തെ പേടിയാണ്. സംവാദത്തിന് നേരിടാനുള്ള മെറ്റീരിയൽ ഇല്ല. സംവാദത്തിന് വന്നാൽ തോറ്റുപോകും. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ പറയുന്നവരുടെ നാവ് നിങ്ങൾ നിയമം മൂലം അടയ്ക്കാൻ നോക്കും, അല്ലെങ്കിൽ അവൻ്റെ നാവ് പിഴുതെടുക്കാൻ നോക്കും, അല്ലെങ്കിൽ തലവെട്ടാൻ നോക്കും, കൈവെട്ടാൻ നോക്കും. അപ്പോൾ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക, നാളെ അടുത്ത ആൾ വരരുത്. കാരണം ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പക്ഷേ മിണ്ടാതിരിക്കാൻ നിൻ്റെ കൈവെട്ടും, അല്ലെ തലവെട്ടും, അല്ലെങ്കിൽ നിൻ്റെ കേസിൽ കുടുക്കി ഉപദ്രവിക്കും, റിമാൻഡ് ചെയ്യിക്കും. ഇപ്പോൾ ഒരാളെ റിമാൻഡ് ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലൊന്നും അല്ലല്ലോ. റിമാൻഡ് ചെയ്താൽ 14 ദിവസം, റിമാൻഡ് ചെയ്താൽ 14 ദിവസം ഒന്നും കിടക്കണ്ട. അപ്പോൾ ഇത് വളരെ മ്ലേച്ഛമായ കാര്യമാണ്. മുമ്പൊരിക്കൽ ഒരാളോട് ഒരു വലിയ മതവിമർശകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ നിർഭാഗ്യവശാൽ മറന്നുപോയി, വലിയ ലോക പ്രശസ്തനായ ആളാണ്. അയാൾ എല്ലാ മതങ്ങളെയും വിമർശിക്കും. ഒരാൾ ചോദിച്ചു, നിങ്ങൾ എല്ലാ മതങ്ങളെയും വിമർശിക്കുന്നുണ്ടോ? യുക്തിവാദിയാണ്, എത്തിസ്റ്റാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കാത്തത്? അപ്പം അദ്ദേഹം ഒരു നിമിഷം മൗനമായിട്ട് പറഞ്ഞു, എനിക്ക് ഭയമാണ്. അതിലെല്ലാം ഉണ്ട്. എനിക്ക് ഭയമാണ്, വിമർശിക്കാൻ എനിക്ക് ഭയമാണ്. കാരണം മറ്റു മതങ്ങളെയൊക്കെ വിമർശിച്ചാൽ അവരത് പോസിറ്റീവായി എടുക്കും, ചർച്ചയാവട്ടെ, അവർ മറുപടി പറയും. പക്ഷേ ഒരു മതത്തെ വിമർശിച്ചാൽ എനിക്ക് ഭയമാണ്, അവരെന്ത് ചെയ്യും? ജീവൻ പോലും എടുക്കും. ഇതെന്ത് മതമാണ്? ഇതെന്ത് നിയമമാണ്? അങ്ങനെ ഒരാളെ വിമർശനങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന മതമാവട്ടെ, സാംസ്കാരിക മേഖലയാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, എന്തും അപകടകരമാണ്, അല്ലേ? അതെ. വിമർശനങ്ങൾക്ക് അവസരം ഉണ്ടാകണം. വിമർശനങ്ങളെ എന്തിനു ഭയപ്പെടുന്നു? അപ്പോൾ വിമർശനത്തിന് അതീതമാണ് തങ്ങളെന്ന് വരുത്തി തീർക്കാൻ ഒരു മതം ശ്രമിച്ചാൽ അത് അതിനേക്കാൾ അപകടമാണ്. അപ്പം ഞാൻ വിമർശനങ്ങളെ എന്തിനാണ് ഭയപ്പെടുന്നത്? കാരണം വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ്, അല്ലേ? അതെ. എന്നെ വിമർശിക്കൂ, ഞാനതിന് മറുപടി വരാം. ഇതല്ലേ പറയുന്നത്? ഡോക്യുമെന്റ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്. പ്രസിദ്ധമായ, അപ്പം ഞാൻ ആരെന്നും മറന്നുപോയി, അരിസ്റ്റോട്ടലോ അങ്ങനെ ഏതോ ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റായിട്ട് വുഡ്രോ വിൽസൺ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അതിനുള്ള അനുവാദം കൊടുക്കും, സ്വാതന്ത്ര്യം കൊടുക്കും. അതല്ലേ വേണ്ടത്? നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം വേണം, അതിനുവേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഏത് സമരവും നടത്താം. കാരണം ആശയപ്രകാശനം, ഫ്രീ സ്പീച്ച്, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതിനൊക്കെ വേണ്ടി നിലവിളിക്കുന്നവരാണ് ഞങ്ങളുടെ മതത്തെ വിമർശിക്കരുത് എന്നുള്ള വാദവുമായി വരുന്നത്. അത് ഗുരുതരമായ ജനാധിപത്യ വിരുദ്ധതയാണ്. ഇത് ഏതു മതം ചെയ്താലും തെറ്റാണ്. അപ്പോൾ ഏതായാലും മുസ്ലിം ലീഗ് ഈ കേസ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു നെറ്റ് റിസൾട്ട്, മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്ന് അവർ പരോക്ഷമായി ഒരിക്കൽ കൂടി നിയമ സംവിധാനങ്ങളുടെ മുന്നിൽ സമ്മതിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.